രാവിലെ തന്നെ നല്ല മഴ. കുറച്ചേരം ഒന്ന് മഴ കണ്ടിക്കാണ്ട് ഞാൻ പിന്നെ വന്ന് കിടന്നു. രാവിലെ തന്നെ മൂപ്പർക്ക് ഓഫീസിൽ പോകാനുള്ളതുകൊണ്ടാണ് നീക്കുന്നത്, അല്ലെങ്കിൽ പൊന്തേ. കുറച്ചേരം ഒന്ന് കിടന്നുകാണ്ട് പിന്നെ ഞങ്ങൾ നീറ്റ്. ഞാൻ എന്റെ പാത്തുമാനോട് ബെഡ് നന്നാക്കുന്ന വീഡിയോ എടുത്തുതരാൻ പറഞ്ഞത്. പക്ഷെ ഓള് വേറെ എന്തോ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ നന്നാക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയ പോലെ. പിന്നെ ഞാൻ പോയി വന്നിട്ട് ഡോറ് തുറന്നു നോക്കിയപ്പോൾ മഴ നിന്നിട്ടില്ല കേട്ടോ, നല്ല മഴയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുട്ടാണ്. അത് അടുപ്പത്ത് വെച്ച് ഹോളിൽ വന്ന് നോക്കിയപ്പോൾ ബാത്റൂമുണ്ട് മാഷാബീർ കാണും. ഞാൻ ഓളെ കൂടെ കുറച്ചു നേരം ഇരുന്ന് കാണാൻ വിചാരിച്ച്. എനിക്ക് ഇഷ്ടം നമ്മളെ ഉള്ളിലുണ്ടാവുമല്ലോ ഒരു കുട്ടി. പിന്നെ പുട്ട് ഇവിടെ റെഡി ആയിക്കണേ. തലേന്നകത്ത് ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ പുട്ടാക്കിയത്. എനിക്ക് ചിക്കൻ കറിയും പുട്ടും ഭയങ്കര കഴിച്ചിരുന്നപ്പോൾ പിന്നെ ഒരു സഫാരി തിന്നാൻ പൂതിയായി. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഈ സഫാരി. നാട്ടിലാവുമ്പോൾ മഞ്ചും, ഇവിടെ വന്നപ്പോൾ സഫാരി ആയി പിന്നെ ഫേവറേറ്റ് ചോക്ലേറ്റ്. എന്തെങ്കിലും ഒരു സോങ് വെച്ചിക്കാണ്ട് പണിയെടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പണി സ്മൂത്ത് ആയിട്ട് അടിച്ചു വരലും തുടക്കലും കഴിഞ്ഞ് പിന്നെ മെഷീനിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടാണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചില ആൾക്കാരെ വിചാരമാണ് നമ്മൾ ഗൾഫിൽ പോയാൽ നമുക്ക് നല്ല സുഖമാണ്, പണിയൊന്നും എടുക്കാണ്ടാവില്ല, അടിക്കാണ്ടാവില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നാട്ടിലെ പണി പോലെ തന്നെയാണ് ഇവിടെ. പിന്നെ നിയന്ത്രിക്കാനും ആളുണ്ടാവില്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം, എപ്പോൾ വേണേലും ഉണ്ടാക്കാം. ഉച്ചക്ക് നല്ല വെറുംചോറും മീൻകറിയും ഉപ്പേരിയും അച്ചാറും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചു. കുട്ടിമണിക്കാർക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കൂട്ടോ. രാവിലെ നീറ്റാ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇതാണ് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഈവനിങ് ഞങ്ങൾ പുറത്ത് തിരിച്ചു വന്നപ്പോഴേക്കും 12-1 മണി ആയിക്കണേ. പിന്നെ വീഡിയോസ് എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലേന് എനിക്ക്.